വേദപുസ്തകം ഓർമ്മകളുടെയും ഓർമ്മിപ്പിക്കലുകളുടെയും പുസ്തകമാണ്. വേദപുസ്തകം മുറിവുകളുടെയും മുറിപ്പെടുത്തലുകളുടെയും പുസ്തകമാണ്. ചില ഓർമ്മകൾ, ചില ഓർമ്മിപ്പിക്കലുകൾ, അവിടെയാണ് തിരുവചനത്തിന്റെ സനാതനത്വവും. ഈ നിമിഷങ്ങളിൽ തിരുവചന ധ്യാനത്തിനു വേണ്ടി ഞാൻ തിരഞ്ഞെടുക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 24-25 വാക്യങ്ങളാണ്. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 7-ാം അധ്യായം 24-25 വാക്യങ്ങൾ. ആകയാൽ എന്റെ ഈ വചനങ്ങൾ കേട്ട് ചെയ്യുന്നവരൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. ഒരിക്കൽ കൂടെ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ആകയാൽ എന്റെ ഈ വചനങ്ങൾ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. പ്രിയപ്പെട്ടവരെ, പാറമേൽ പണിയുന്ന വീട്. സുവിശേഷം നമ്മുടെ മനസ്സിലേക്ക് ഒളിമങ്ങാത്ത ഓർമ്മകൾ സമ്മാനിക്കുന്ന ഒരു വചനമാണ്. ഈ നിമിഷങ്ങളിലെ ധ്യാനം ഈ വാക്യവുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവ ജീവിതത്തെക്കുറിച്ച്, ക്രൈസ്തവ കുടുംബ ജീവിതത്തെക്കുറിച്ച്, ക്രൈസ്തവ വീടിനെക്കുറിച്ച് അല്പനേരം നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാനിടയാകട്ടെ. വേദപുസ്തകത്തിൽ പാറ എന്ന ആശയത്തെ ഏറ്റവും പ്രിയമോടെ കാണുന്ന ഒരാൾ ദാവീദ് രാജാവാണ്. 2 ശമൂവേൽ 22-ാം അധ്യായം 47-ാം വാക്യത്തിൽ യഹോവ ജീവിക്കുന്നു, എൻ പാറ വാഴ്ത്തപ്പെട്ടവൻ. അതുപോലെ തന്നെ 95-ാം സങ്കീർത്തനം, അവിടെയുമുണ്ട് ഈ പാറയെക്കുറിച്ച്. വേദപുസ്തകത്തിൽ ഒത്തിരി പാറയെക്കുറിച്ച് ദാവീദ് പറയുന്നുണ്ട്. ദൈവത്തെ പാറ എന്ന് വിളിക്കുന്നു. പഴയ നിയമത്തിൽ ഹന്ന ദൈവത്തെ പോലെ ഒരു പാറയും ഇല്ല എന്ന് പറയുന്നു. സ്വർഗത്തിലെ ദൈവത്തെ പാറ എന്ന് വിളിക്കുന്ന ആശയം വേദപുസ്തകത്തിൽ സമ്പുഷ്ടമാണ്. യേശുക്രിസ്തുവിനെ പാറ എന്ന് വളരെ സുന്ദരമായി വേദപുസ്തകം വിശേഷിപ്പിക്കുന്നുണ്ട്. നാം ജീവിക്കേണ്ട പാറ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 51-ാം അധ്യായം 1-ാം വാക്യത്തിൽ ക്രിസ്തു വെട്ടിയെടുത്ത പാറയാണ്. പുറപ്പാട് 17-6 യേശുക്രിസ്തു പിളർന്ന പാറയാണ്. അറിയില്ലേ പിളർന്ന പാറ? 1 കൊരിന്ത്യർ 10-ാം അധ്യായം 4-ാം വാക്യത്തിൽ യേശുക്രിസ്തു ഇസ്രായേൽ മക്കളെ അനുഗമിച്ച ആത്മീക പാറയാണ്. 61-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ ദൈവം അത്യുന്നതമായ പാറയാണ്. മഹത്വമുള്ളവനെ യെശയ്യാ 28:16 ദൈവം അടിസ്ഥാന പാറയാണ്. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ ക്രിസ്തു അടിക്കപ്പെട്ട പാറയാണ്. എത്ര വിശേഷണങ്ങളാണ്! വെട്ടിയെടുത്ത പാറ, പിളർന്ന പാറ, അനുഗമിക്കുന്ന ആത്മീയ പാറ, അത്യുന്നതമായ പാറ, അടിസ്ഥാന പാറ, അടിക്കപ്പെട്ട പാറ. വചനം ഇങ്ങനെയാണ്. ക്രിസ്തു എന്ന പാറ. അപ്പോൾ വളരെ സമ്പുഷ്ടമായ ആശയങ്ങൾ ഈ പാറയെക്കുറിച്ച് വേദപുസ്തകത്തിൽ ധാരാളമായി കാണുന്നു. എന്നാൽ ഇന്ന് ചിന്തിക്കുന്നത്, എന്റെ വചനങ്ങൾ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകും. യേശുക്രിസ്തു എന്ന പിളർന്ന പാറമേൽ, യേശുക്രിസ്തു എന്ന വെട്ടിയെടുക്കപ്പെട്ട പാറമേൽ, യേശുക്രിസ്തു എന്ന അനുഗമിക്കുന്ന ആത്മീക പാറമേൽ, യേശുക്രിസ്തു എന്ന അടിസ്ഥാന പാറമേൽ, അടിക്കപ്പെട്ട പാറമേൽ ക്രൈസ്തവ കുടുംബ ജീവിതങ്ങൾ സംവിധാനം ചെയ്യണം. ഇന്ന് എന്താണ് പാറമേൽ പണിയുന്ന ക്രൈസ്തവ ഭവനങ്ങളുടെ പ്രത്യേകത? 3 ചിന്തകൾ. പാറമേൽ പണിയപ്പെടുന്ന, ക്രിസ്തു എന്ന പാറമേൽ പണിയപ്പെടുന്ന ക്രൈസ്തവ കുടുംബ ജീവിതങ്ങളുടെ പ്രത്യേകതകൾ എന്താ? 3 പ്രത്യേകതകൾ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരോട് ഈ നിമിഷങ്ങളിൽ പങ്കുവയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ മനസ്സും ശ്രദ്ധയും ഒക്കെ അക്കാര്യത്തിൽ ഉണ്ടാകണം. യേശുക്രിസ്തു എന്ന പാറമേൽ സംവിധാനം ചെയ്യപ്പെടുന്ന ക്രൈസ്തവ കുടുംബ ജീവിതങ്ങൾ, അതിന്റെ 1-ാമത്തെ പ്രത്യേകത സ്നേഹം തണുത്തുപോകാത്ത വീട് എന്നുള്ളതാണ്. ആ പാറമേൽ പണിയുന്ന വീടുകളുടെ 1-ാമത്തെ പ്രത്യേകത തണുത്തുപോകാത്ത സ്നേഹമുള്ള വീട്. സ്നേഹത്തിന് ജീവനുള്ളതാണ്. ചൂടുള്ള സ്നേഹമുണ്ട്, തണുക്കുന്ന സ്നേഹമുണ്ട്. ഉദാഹരണമായി, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ പഴകും തോറും ഏത് സാധനവും തണുക്കുമല്ലോ. എന്നാൽ സ്നേഹം തണുത്തുപോകാതെ സൂക്ഷിക്കുന്ന വീടുകൾ. ഒരു ഉദാഹരണം പറയാം. പഴയ നിയമത്തിൽ 1 ശമൂവേൽ 1-ാം അധ്യായത്തിൽ എൽക്കാനയെക്കുറിച്ചും ഹന്നയെക്കുറിച്ചും കാണുന്നുണ്ട്. ഹന്നയ്ക്ക് മക്കളില്ല. പലപ്പോഴും കുഞ്ഞുങ്ങളില്ലാതെ പരിതപിക്കുന്ന ഹന്നയെ എൽക്കാന അനുനയിപ്പിക്കാറുണ്ട്, സാന്ത്വനിപ്പിക്കാറുണ്ട്.
ഒരിക്കൽ എൽക്കാന എവിടെയോ പോകാനിറങ്ങുമ്പോൾ ഹന്ന പരിതപിച്ചുകൊണ്ട് വാതിൽക്കൽ നിൽക്കുന്നു. നമുക്ക് മക്കളില്ലല്ലോ എന്ന് പറയുന്നു, കരയുന്നു. അത് ദാമ്പത്യ ജീവിതത്തിന്റെ കുറെ കഴിയുന്ന കാലഘട്ടത്തിലാണ്, കുറെ പ്രായം ചെല്ലുമ്പോഴാണ്. അവളുടെ തോളിൽ തട്ടി എൽക്കാന ചോദിക്കുന്ന ഒരു ചോദ്യത്തിൽ ദാമ്പത്യത്തിന്റെ മുഴുവൻ പ്രണയവും വേദപുസ്തകത്തിൽ പൂത്തുവിരിയുന്നത് കാണാം. എന്തിനാടി നമുക്ക് പിള്ളേർ? എന്തിനാടി നമുക്ക് മക്കൾ? ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ നന്നല്ലയോ? ഇത് സ്നേഹം തണുത്തു പോകാത്ത വീടാണ് പഴയ നിയമത്തിൽ എൽക്കാനായുടെ വീട്. ഞാൻ നിനക്ക് 10 മക്കളെക്കാൾ നല്ലതല്ലയോ? ഇത്രമാത്രം പ്രണയം പ്രഖ്യാപിക്കപ്പെടുന്ന ഒരുപക്ഷെ കുടുംബജീവിതത്തിന്റെ ആദ്യ നാളുകളിലായിരിക്കും. എന്നാൽ വൈകും തോറും പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിന്റെ വീടുകളെ കുറിച്ച് പവിത്രൻ തീക്കുനി എന്ന് പറയുന്ന കവി ഒരു ചെറു കവിത എഴുതിയിട്ടുണ്ട്. ലാഭമുള്ള ബന്ധങ്ങളെ മാത്രം സ്നേഹിക്കുന്ന തണുത്ത സ്നേഹത്തിന്റെ വീടുകൾ. വികസനം എന്നൊരു കവിത എഴുതിയിട്ടുണ്ട്. ആ കവിത ഇങ്ങനെയാണ്: വീടുയരും മുൻപേ മതിലുയരുന്നു, വീട്ടുകാരനെ കാണും മുൻപേ പട്ടി കുരച്ചു ചാടുന്നു, പെണ്ണു ചോദിക്കും മുമ്പേ ഭൂമിയുടെ വിസ്തീർണം തിരക്കുന്നു, മാസശമ്പളത്തിന്റെ അക്കങ്ങൾ എത്രയെന്ന് തിരക്കുന്നു. നാം ഇങ്ങനെ വികസിച്ചാൽ നാളെ നമ്മുടെ വീട് എന്താകും? പ്രിയപ്പെട്ടവരെ, പവിത്രൻ തീക്കുനിയുടെ ഈ കവിത എന്ന് പറയുന്നത് നമ്മെ വല്ലാതെ നോവിപ്പിക്കുന്നതാണ്. ആക്ഷേപഹാസ്യത്തിന്റെ കവിതയാണ്. നാം ഇങ്ങനെ വികസിച്ചാൽ നാളെ നമ്മുടെ നാട് എന്താവും? പെണ്ണ് ചോദിക്കും മുമ്പേ ഭൂമിയുടെ വിസ്തീർണം തിരക്കുന്നു, മാസശമ്പളത്തിന്റെ അക്കങ്ങളെ എത്രയെന്ന് തിരക്കുന്നു, വീട്ടുകാരനെ കാണും മുൻപേ പട്ടി കുരച്ചു ചാടുന്നു. വീടുകൾ മത്സരക്കളങ്ങളാകുന്ന, ലാഭത്തിന്റെ മാർക്കറ്റുകളാകുന്ന കാലമാണ്. പഴയ നിയമത്തിൽ നമുക്കറിയാം, ഏശാവും യാക്കോബും പിറന്നു വീഴുന്നൊരു വീടുണ്ട്, ഇസഹാക്കിന്റെ വീട്. ചരിത്രത്തിലെ ആദ്യത്തെ ബോക്സിംഗ് റിംഗ് അതായിരിക്കണം ആ റിബേക്കയുടെ ഗർഭപാത്രം. രണ്ടുപേരും, ജ്യേഷ്ഠനും അനിയനും കൂടെ അവിടെ കിടന്ന് കാണിക്കണ അഭ്യാസങ്ങൾ. അമ്മ പറയുന്നുണ്ട്, എനിക്ക് ജീവിക്കണ്ട. ചേട്ടന്റെ കുതികാൽ പിടിക്കുന്ന ഒരു അനുജനെ ഗർഭപാത്രത്തിൽ കാണാം. പിന്നീട് കാലം മുഴുവൻ സ്നേഹം ഇങ്ങനെ തണുത്തു പോകാണ്. അപ്പന്റെ അമ്മയുടെ ജീവിതത്തിലും ഇങ്ങനെയാണ്. റിബേക്ക വന്നു കയറുമ്പോൾ ഇസഹാക്കിന്റെ മരണദുഃഖം മാറുന്നു എന്ന് ഉൽപ്പത്തി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വന്നു കയറുമ്പോൾ എത്ര ചൂടുള്ള സ്നേഹവുമായിട്ടാണ് റിബേക്ക വന്നു കയറുന്നത്. എന്നാൽ അവസാന കാലത്ത് ഭർത്താവിന്റെ അന്ധതയെ മുതലെടുക്കുന്ന ഒരു അമ്മയെ, ഭാര്യ അവിടെ കാണാം. വന്നു കയറിയപ്പോൾ ഇസഹാക്കിന്റെ സകല ദുഃഖങ്ങളും മാറ്റുന്ന ചൂടുള്ള സ്നേഹം. കാലം കഴിയും തോറും തണുത്തു പോകുന്ന സ്നേഹം. ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത പാറമേൽ പണിയുന്ന വീടുകളല്ല. ക്രൈസ്തവ ഭവനങ്ങൾ പാറമേൽ പണിയപ്പെടുമ്പോൾ എൽക്കാനായുടെ വീട് പോലെ സ്നേഹം തണുത്തു പോകാത്ത വീട്. എത്ര കാലം കഴിയുമ്പോഴും ദാമ്പത്യത്തിന്റെ വസന്തം ഇങ്ങനെ വല്ലാതെ തുടികൊട്ടും. എന്നാൽ ഇസഹാക്കിന്റെ വീട് സ്നേഹം തണുത്തു പോകുന്ന വീടാണ്. ഇഷ്ടം, സ്നേഹം, 2 മലയാള പദങ്ങളുണ്ട്. ശ്രീബുദ്ധനോട് ഒരിക്കൽ ഒരാൾ ചോദിച്ചു, ഒരു കവിത ബുദ്ധന്റെ പേരിലാണ് അറിയപ്പെടുക, അങ്ങനെ എനിക്കറിയില്ല കൃത്യമായി. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഐ ലൈക്ക് യു ആൻഡ് ഐ ലവ് യു? എന്താണ് ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന വാക്കുകളുടെ പ്രയോഗങ്ങളുടെ വ്യത്യാസം? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഐ ലൈക്ക് യു ആൻഡ് ഐ ലവ് യു? ബുദ്ധ ആൻസേർഡ്, വെൻ യു ലൈക്ക് എ ഫ്ലവർ യു പ്ലക്ഡ് ഇറ്റ്. നിങ്ങളൊരു പൂ കാണുന്ന ഒരു പൂന്തോട്ടത്തിൽ നിങ്ങൾ ആ പൂ ഇഷ്ടപ്പെടുന്നെങ്കിൽ, വെൻ യു ലൈക്ക് എ ഫ്ലവർ യു പ്ലക്ഡ് ഇറ്റ്. വെൻ യു ലവ് എ ഫ്ലവർ യു വാട്ടർ ഇറ്റ് ഡെയിലി. നിങ്ങളൊരു പൂവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ദിനം തോറും അതിന് വെള്ളം കോരും. എത്ര മനോഹരമാണ്! അല്ലെങ്കിൽ നമ്മുടെ പൂന്തോട്ടത്തിൽ നാം പൂ പറിക്കാറില്ല, അയൽക്കാരന്റെ പൂന്തോട്ടത്തിൽ നിന്നാണ് തരം കിട്ടുമ്പോൾ പൂ പറിക്കുക. ഒരു പൂവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നാം അതിനെ പറിച്ചെടുക്കും. അതിനെ സ്നേഹിക്കുന്നുവെങ്കിൽ ദിനം തോറും വെള്ളം കോരിക്കൊണ്ടിരിക്കും. അത് നഷ്ടപ്പെടരുത് എന്നുള്ള ബോധ്യത്തിൽ സഹോദരങ്ങളെ, ജീവിതങ്ങളിൽ സ്നേഹം തണുത്തു പോകുന്ന, പ്രൈഡും പെർവേർഷനും ഒക്കെ ബന്ധങ്ങളിൽ ഏറി വരുന്ന, ഗുരുത്വക്കേട് ഇരുന്നു വാങ്ങുന്ന ഒരു കാലമാണ്. അധ്യാപകന്റെ കസേര കത്തിക്കുന്ന കാലമാണ്. പ്രിൻസിപ്പളിന്റെ കുപ്പായത്തിൽ കരിയോയിലൊഴിക്കുന്ന കാലമാണ്. ജീവിതം ഇങ്ങനെ വല്ലാതെ തണുത്തുപോയൊരു കാലമാണ്. ബന്ധങ്ങളിൽ മരവിപ്പ് ബാധിച്ച കാലമാണ്. പ്രിയപ്പെട്ടവർ, ഇന്ന് പലപ്പോഴും സ്നേഹം ചോദിച്ചു വാങ്ങുകയാണ്. ആരോ പറഞ്ഞതുപോലെ സ്നേഹം ശലഭത്തെ പോലെയാണ്. എന്താണ് ശലഭത്തിന്റെ പ്രത്യേകത? സ്നേഹം ശലഭത്തെ പോലെയാണ്. ചോദിച്ചു വാങ്ങുമ്പോൾ അതിന്റെ ചിറകുകൾ നഷ്ടപ്പെടുന്നു എന്നാണ്. പിന്നെ ഭൂമിയിൽ ഭൗതികതയിൽ ആ സ്നേഹം കുടുങ്ങിപ്പോകും. ചിറകില്ലാത്ത സ്നേഹം കാമം മാത്രമാണെന്ന് ആരോ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ചിറകില്ലാത്ത ശലഭത്തെ പോലെയാണ് ഭവനങ്ങളിലെ സ്നേഹങ്ങൾ.
ക്രൈസ്തവ ഭവനങ്ങളിലെ സ്നേഹങ്ങൾ. ആദമിന്റെയും ഹൗവയുടെയും വിവാഹം ആശീർവദിച്ച തമ്പുരാൻ വിവാഹം കഴിഞ്ഞ നിമിഷങ്ങളിൽ ആദം പ്രഖ്യാപിച്ചത്, ദിസ് ഇസ് ദ ബോൺ ഓഫ് മൈ ബോൺ, ദിസ് ഇസ് ദ ഫ്ലഷ് ഓഫ് മൈ ഫ്ലഷ്. ഇവളെന്റെ അസ്ഥിയാണ്, എന്റെ മാംസമാണ്, എന്റെ കണ്ണാണ്, കാതലാണ്, കരളാണ് എന്നൊക്കെയാണ്. പക്ഷേ എത്ര ചൂടുള്ള സ്നേഹം! ഒരാഴ്ച വൈകിയപ്പോഴേക്കും ആദം പ്രഖ്യാപിക്കുന്നുണ്ട്, ഇവളാണ് എന്നെ പിഴപ്പിച്ചത്, എന്റെ ജീവിതത്തിന്റെ സങ്കടങ്ങളുടെ ഹേതു ഇവളാണ്. എത്ര പെട്ടെന്നാണ് ആദ്യ കുടുംബത്തിലെ സ്നേഹം തണുത്തുപോയത്. പ്രിയപ്പെട്ടവരെ, മലയാളത്തിൽ പ്രസിദ്ധനായ ഒരു ചലച്ചിത്ര നടന്റെ 60ാം ജന്മദിനം കുറച്ചു നാൾ മുമ്പായിരുന്നു. അദ്ദേഹം ജന്മദിനത്തിൽ പറഞ്ഞ ഒരു വാചകം എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിങ്ങനെയാണ്: ഏതെങ്കിലും മരത്തിന്റെയോ മുറ്റത്തെ മുല്ലയുടെയോ പ്രായം ആ മരം കാണുമ്പോൾ ആരെങ്കിലും ചോദിക്കാറുണ്ടോ? അതിന് തണലുണ്ടോ, പൂവുണ്ടോ, സ്വാദുള്ള കായ്കളുണ്ടോ, കാതലുണ്ടോ എന്നാണ് ചോദിക്കുക. നമ്മൾ മനുഷ്യരോട് ചോദിക്കുക പ്രായം എത്രയായി എന്നാണ്, എത്ര വയസ്സിൽ ആണ് മരിച്ചത് എന്നാണ്. പക്ഷെ മരത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു, ഏതെങ്കിലും മരത്തിന്റെയോ മുറ്റത്തെ മുല്ലയുടെയോ പ്രായം ആ മരം കാണുമ്പോൾ ചോദിക്കാറുണ്ടോ? മറിച്ച് അതിന് തണലുണ്ടോ, പൂവുണ്ടോ, സ്വാദുള്ള കായ്കളുണ്ടോ എന്ന് മാത്രമാണ് ചോദിക്കുക. അപ്പൊ പ്രായമായി എത്രയായി എന്നതല്ല, കുടുംബജീവിതത്തിൽ എത്ര പഴക്കം വന്നു എന്നുള്ളതല്ല. നമ്മുടെയൊക്കെ പ്രശ്നം പ്രകടിപ്പിക്കാത്ത സ്നേഹത്തോടെ നാം മരിച്ചു പോകും. തെക്കേപ്പുറത്തെ സെമിത്തേരി ഒരു ഖനിയാണ്. കുഴിച്ചുമൂടിയ കഴിവുകളുടെയും പ്രകടിപ്പിക്കാത്ത സ്നേഹത്തിന്റെയും ചെയ്യാതെ പോയ ആലിംഗനങ്ങളുടെയും നടക്കാതെ പോയ കർമ്മങ്ങളുടെയും ഒക്കെ ഒരുപാട് ജീവിതങ്ങൾ അവിടെ ഇങ്ങനെ മണ്ണിൽ അന്തിയുറങ്ങുന്നുണ്ട്. സഹോദരങ്ങളെ, തണുത്തു പോകുന്ന സ്നേഹമാണെന്ന് വീടുകളുടെ പ്രത്യേകത. എൽക്കാന ചോദിക്കുന്നു, ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ നന്നല്ലയോ? എത്ര പഴകുമ്പോഴും. സക്കറിയാവിനെ കുറിച്ചും എലിശബയെ കുറിച്ച് വായിക്കുന്നു, അവരിരുവരും വയസ്സ് ചെന്നവരായിരുന്നു. പക്ഷേ കർത്താവിന്റെ സകല കൽപ്പനകളിൽ താല്പര്യമുള്ള, ക്രൈസ്തവ കുടുംബത്തിന്റെ മൂല്യങ്ങൾ സൂക്ഷിക്കുന്ന, ദൈവമുള്ള ഭവനത്തിന്റെ മൂല്യങ്ങൾ സൂക്ഷിക്കുന്ന, സ്നേഹം തണുത്തു പോകാത്ത സക്കറിയാവിന്റെ വീട് കാനാവിലെ അവസാനത്തെ പന്തി പോലെ. അവസാനം വരുംതോറും വീര്യം കൂടുന്ന വീഞ്ഞ്. എന്റെയും നിങ്ങളുടെയും കുടുംബജീവിതത്തിൽ കാനാവിലെ കല്യാണപ്പന്തിയോട് ഉപമിക്കാൻ പറ്റുമോ? തിബിരിയാസിന്റെ തീരത്ത് 5000 പേരെ 50 വീതം ഇരുത്തുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ 100 പന്തി ഉണ്ടാവും. 100 ഗുണം 50, 5000. 100ാമത്തെ പന്തിയിലും തൃപ്തി ഉണ്ടായി എന്ന് സുവിശേഷം പഠിപ്പിക്കുന്നു. 100ാം പന്തിയിലും തൃപ്തിപ്പെടുത്തുക. കുടുംബജീവിതത്തിൽ ഓരോ കാലഘട്ടം കഴിയും തോറും, ക്രൈസ്തവ ജീവിതത്തിൽ ഓരോ കാലഘട്ടം കഴിയും തോറും, പഴകും തോറും തൃപ്തി ഉണ്ടാകുന്നുണ്ടോ? പന്തികൾ എത്ര കഴിഞ്ഞു പോകുന്നു? കാനാവിലെ അവസാനത്തെ പന്തി പോലെ, തിബിരിയാസിന്റെ തീരത്തെ പുൽമേടുകളിലെ അവസാനത്തെ പന്തി പോലെ ഈ കാലഘട്ടത്തിൽ കഴിയുന്നുണ്ടോ നമ്മുടെ ജീവിതം? പാറമേൽ, ക്രിസ്തു എന്ന പാറമേൽ അടിസ്ഥാനമിടുന്ന ഭവനത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത സ്നേഹം തണുത്തു പോകുന്നില്ല എന്നുള്ളതാണ്. ഇന്ന് സംഭവിക്കുക എന്താണ്? ആദ്യകാലത്ത് സ്നേഹിക്കാൻ 100 കാരണങ്ങൾ, പിന്നീട് സ്നേഹിക്കാതിരിക്കാൻ 100 കാരണങ്ങൾ. ആദ്യകാലങ്ങളിൽ സ്നേഹിക്കാൻ 100 കാരണങ്ങൾ, ലോട്ട് ഓഫ് റീസൺസ്. പക്ഷെ പിന്നീട് സ്നേഹിക്കാതിരിക്കാൻ 100 കാരണങ്ങൾ. ആരോ പറയുന്ന ഒരു കാര്യം തമാശയല്ലെന്ന് എനിക്ക് തോന്നുന്നു. അതിങ്ങനെയാണ്: ലോകത്ത് ഒരാൾ ആഗ്രഹിക്കുന്നത് സ്നേഹിക്കാൻ ഒരാൾ വേണമെന്നുള്ളതാണ്, ഏത് മനുഷ്യനും. എന്നാൽ ഇപ്പോൾ ഒരാളെ സ്ഥിരമായി സ്നേഹിക്കുക എന്നതാണ് ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി. എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്സ്, ബന്ധങ്ങൾക്ക് പുറത്ത്, കുടുംബങ്ങൾക്ക് പുറത്ത് സുഖമന്വേഷിക്കുന്ന വഴിവിട്ട ബന്ധങ്ങളുടെ കാലം. സോഷ്യൽ മീഡിയയുടെ വളർച്ചയിൽ വിവാഹത്തിന് പുറത്ത് ബന്ധങ്ങളുടെ എണ്ണം മധ്യവയസ്കരുടെ ഇടയിൽ കൂടുന്നുണ്ട്. ദുരന്തത്തിൽ കലാശിക്കുന്ന എത്രയോ ജീവിതങ്ങൾ. ലോകത്തൊരാൾ ആഗ്രഹിക്കുന്നത് സ്നേഹിക്കാൻ ഒരാൾ വേണമെന്നുള്ളതാണെങ്കിൽ ഇന്ന് അങ്ങനെയല്ല. ഒരാളെ സ്ഥിരമായി സ്നേഹിക്കാൻ അത് ഏറ്റവും വിഷമം പിടിച്ച സംഗതിയാണ് എന്നുള്ളതാണ്. തണുത്തുപോകാത്ത സ്നേഹം. ആദാം എസ്കേപ്പ് മെക്കാനിസമാണ് പ്രയോഗിക്കുക. ഇവളാണ് എന്നെ പിഴപ്പിച്ചത്. കുടുംബങ്ങളുടെ പ്രതിസന്ധികളൊക്കെ ഈ പലായന തന്ത്രത്തിലൂടെയാണ്. കൊരിന്ത്യർ ലേഖനം 13ാം അധ്യായത്തിൽ, 1 കൊരിന്ത്യർ ലേഖനത്തിൽ സ്നേഹത്തിന്റെ 16 ലക്ഷണങ്ങൾ പറയുന്നുണ്ട്. ഞാൻ മാലാഖമാരുടെയും ദൂതന്മാരുടെയും ഭാഷയിൽ സംസാരിച്ചാലും, എത്ര സുന്ദരമായാണ് ഒരു കവിത പോലെ, വിശ്വോത്തര ക്ലാസിക് പോലെയാണ് 13ാം അധ്യായം പോവുക. എന്നിൽ സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. മാലാഖമാരുടെ ഭാഷയറിഞ്ഞാലും, മാലാഖമാരൊത്ത് ജീവിച്ചാലും, വാനവരാജ്യത്തെ വാനൊളി കണ്ടാലും, സ്നേഹമില്ലെങ്കിൽ അതൊക്കെ ശൂന്യം. പഴയൊരു പാട്ടുണ്ട്,
16 വിശേഷണങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട് സ്നേഹത്തെക്കുറിച്ച്. വേദപുസ്തകം പറയുന്ന ഒരു സ്നേഹമുണ്ട്, അത് സാക്രമെന്റൽ ലവ് ആണ്. കുടുംബജീവിതം 2 തരത്തിൽ കെട്ടിപ്പൊക്കാം. മണലിന്മേൽ പണിയുന്ന വീട്, അത് ഇമോഷണൽ ലവ് ആണ്, വൈകാരിക സ്നേഹം. തൊലിപ്പുറത്തെ സന്തോഷങ്ങളിലും സൗന്ദര്യങ്ങളിലും കാമത്തിലും മാത്രം ആശ്രയിച്ചുള്ള ഇമോഷണൽ ലവ് ഇന്ന് പല വിവാഹങ്ങളും കുടുംബ ബന്ധങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ കെട്ടിപ്പൊക്കുന്നത് ഇമോഷണൽ ലവിലാണ്. എന്നാൽ സാക്രമെന്റൽ ലവ്, കൗദാശിക സ്നേഹം, എന്തിനാണ് ഈ വിവാഹത്തിന് 1 മണിക്കൂർ ഇങ്ങനെ നിൽക്കണോ നമ്മൾ പരാതി പറയാറില്ലേ? ആ 1 മണിക്കൂറിൽ നമ്മുടെ ശ്രദ്ധയെ അല്പം കൂടെ നമസ്കാരമേശയുടെ മുൻപിലെ പ്രാർത്ഥനാ പുസ്തകത്തിലേക്ക് ഒന്ന് വെച്ചുകൊടുത്താൽ അവിടെ പറയുന്നതിന് മുഴുവൻ ക്രിസ്തു സഭയെ സ്നേഹിക്കുന്ന സാക്രമെന്റൽ ലവ്, അഗാപ്പെ, കുരിശിലെ സ്നേഹം. സ്നേഹത്തിന് ഏറ്റവും കൂടുതൽ വാക്കുകൾ ഉപയോഗിക്കുന്ന പുസ്തകം ഭാഷ ഗ്രീക്ക് ഭാഷയാണ്. ലുഡോസ് വിനോദ സ്നേഹം, പ്രാഗ്മ ഭൗമിക സ്നേഹം, ഇറോസ് ജഡീക സ്നേഹം, ഫിലയോ സഹോദര സ്നേഹം, ഏറ്റവും മുകളിലെ സ്നേഹം അതുക്കും മേലെ എന്നൊക്കെ കുട്ടികൾ പറയുന്നത് പോലെ ക്രൂശിലെ സ്നേഹം, നിബന്ധനകളില്ലാത്ത സ്നേഹം, ലാഭമില്ലാത്ത സ്നേഹം, ലാഭം പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുന്ന സ്നേഹം. ഈ അഗാപ്പയെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് വിവാഹ ശുശ്രൂഷ മുന്നോട്ട് പോവുക. നിങ്ങൾ എങ്ങനെ ആയിരിക്കണം? അവൾ കറയോ ചുളിവോ ഇല്ലാത്ത മഹത്വപൂർണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിലും. എത്ര സുന്ദരമാണ് വിവാഹ ശുശ്രൂഷയിലെ ഗീതങ്ങളും പ്രാർത്ഥനകളും. പക്ഷെ ഇമോഷണൽ ലവിലല്ലത്, സാക്രമെന്റൽ ലവിലാണ്. ഈ സാക്രമെന്റൽ ലവ് ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് പറയുക. മണലിന്മേൽ പണിയുന്ന വീടിനെ കുറിച്ച് നാം എടുക്കുന്ന സുവിശേഷ ഭാഗം പറയുന്നുണ്ട്. അത് വൈകാരിക സ്നേഹത്തിൽ, ഇമോഷണൽ ലവ് എന്ന ബേസ്മെന്റ് ആണ്. എന്നാൽ എന്റെ വാക്ക്, എന്റെ വചനം കേട്ട് ചെയ്യുന്നവൻ പാറമേൽ അടിസ്ഥാനപ്പെടുന്ന ക്രൈസ്തവ ഭവനം. ഇമോഷണൽ ലവിന് മുകളിൽ സൗന്ദര്യം നഷ്ടപ്പെട്ടാലും, പണം നഷ്ടപ്പെട്ടാലും, കടഭാരം കൂടിയാലും, സങ്കടങ്ങളേറെ വന്നാലും, കൗദാശിക സ്നേഹത്തിൽ, സാക്രമെന്റൽ ലവിൽ അടിസ്ഥാനപ്പെടുക. ഖുറാനിൽ സ്നേഹത്തിന് കുറെ ഘട്ടങ്ങൾ പറയുന്നുണ്ട്. 2 വാക്കുകൾ മാത്രം ഓർമ്മിപ്പിക്കട്ടെ. ഒന്ന് റഹ്മത്താണ്, ഒന്ന് മദ്ഗത്താണ്. മൊഹബത്തുണ്ട്, അത് കേവലം പ്രേമം മാത്രമാണ്. റഹ്മത്ത് കരുണയിൽ പൊതിയുന്നൊരു സ്നേഹമാണ്. ഒന്ന് മസ്തിഷ്ക ബന്ധിതമാണ്, ഒന്ന് ഹൃദയബന്ധിതമാണ്. തലച്ചോറ് കൊണ്ട് സ്നേഹിക്കുക, ഹൃദയം കൊണ്ട് സ്നേഹിക്കുക. തലച്ചോറ് കൊണ്ട് സ്നേഹിക്കുമ്പോൾ അത് പുരുഷന്റെ സ്നേഹത്തെ അതിനോട് ഉപമിക്കാറുണ്ട്. താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം സ്നേഹിക്കുന്ന സ്നേഹം എന്നതിനെ വിളിക്കാറുണ്ട്. കണക്കുകൂട്ടലുകളുണ്ട് തലച്ചോറിലെ സ്നേഹത്തിന്. പക്ഷെ ഹൃദയത്തിലെ സ്നേഹത്തിന് അങ്ങനെയല്ല. സ്നേഹത്തിന്റെ ഉദാത്ത ഭാവമാണ്. അതുകൊണ്ടാണ് പുനരുത്ഥാനത്തിന്റെ പുലരിയിൽ മഗ്ദലക്കാരി പറയുന്നത്, അവനെ എവിടെ വെച്ചു എന്ന് പറയും, ഞാൻ എടുത്തുകൊണ്ട് പൊക്കൊള്ളാം. 6 അടിയിലധികം ഉയരമുള്ള ഒരു 33 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന്റെ ശരീരം ഇവൾക്ക് എടുത്തുകൊണ്ട് പോകാനൊക്കില്ല. എന്നിട്ടും അത് തലകൊണ്ട് അവൾ ചിന്തിക്കുകയല്ല, ഹൃദയം കൊണ്ട് അന്ധമായി സ്നേഹിക്കുന്നതുകൊണ്ടാണ് പറയുക, അവൻ എവിടെ വെച്ചു എന്ന് പറയും, ഞാൻ കൊണ്ടുപോക്കൊള്ളാം. ഹൃദയബന്ധിതമായ സ്നേഹമാണ് പാറമേൽ അടിസ്ഥാനപ്പെട്ട തണുത്തുപോകാത്ത സ്നേഹം. പ്രിയപ്പെട്ടവരെ, 1ാമത്തെ ചിന്ത ഞാനൊരു കഥ കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഓ ഹെൻറി എന്ന വിശ്വവിഖ്യാതനായ എഴുത്തുകാരന്റെ ക്രിസ്മസ് സമ്മാനം എന്ന് പറയുന്നൊരു കഥയുണ്ട്. ക്രിസ്മസ് ഗിഫ്റ്റ് കേട്ടിട്ടുണ്ടാവും. ആ കഥയുടെ പ്രത്യേകത, ഒരു ഭാര്യയും ഭർത്താവും യൂറോപ്പിലെവിടെയോ നടക്കുന്നൊരു കഥ. വലിയ സാമ്പത്തികമല്ല, വളരെ നിർധനരാണ്. പക്ഷെ അവരുടെ സ്നേഹത്തിന്റെ കാര്യത്തിൽ അവർ വളരെ വലിയ റിച്ചാണ്. അവരുടെ സ്നേഹം വലുതാണ്. അപ്പോൾ ക്രിസ്മസ് അടുക്കുന്നു. അവർ ചിന്തിക്കുന്നു, ഭർത്താവിനൊരു സപ്പോർട്ട് കൊടുക്കണം, ഭാര്യ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കണം. ഭർത്താവും ചിന്തിക്കുന്നു, എൻ്റെ ഭാര്യയ്ക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കണം. പക്ഷെ 2 പേരുടെ കയ്യിലും അധികം പണമൊന്നുമില്ല, ദരിദ്രമായ ചുറ്റുപാട്. ക്രിസ്മസിന്റെ തലേന്ന് 24-ാം തീയതി 2 പേരും പരസ്പരം പറയാതെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. സമ്മാനം വാങ്ങാനായി, പരസ്പരം സമ്മാനം കൊടുക്കാൻ. പറയുന്നില്ല, സർപ്രൈസിന് വേണ്ടിയിട്ടാണ്. ഭാര്യ നഗരത്തിൽ മാർക്കറ്റിൽ നടക്കുന്നുണ്ട്. അവൾ ചിന്തിക്കുന്നു, എന്ത് സമ്മാനമാണ് കൊടുക്കുക? തൻ്റെ ഭർത്താവ് നോക്കിയപ്പോൾ, അവൾ ആലോചിച്ചപ്പോൾ ഭർത്താവിൻ്റെ കയ്യിൽ ഒരു വാച്ചുണ്ട്. ഒരു പഴയ വാച്ചാണ്, അതിൻ്റെ സ്ട്രാപ്പിംഗ് ഇങ്ങനെ പോയതാണ്. അതിൻ്റെ ഡയൽ കുഴപ്പമില്ല, സ്ട്രാപ്പ് പോയതാണ്, പിഞ്ചി പറഞ്ഞതാണ്. തൻ്റെ ഭർത്താവിനെ വാച്ച് വലിയ ഇഷ്ടമാണ്. അവൾ ചിന്തിക്കുന്നു, എൻ്റെ ഭർത്താവിൻ്റെ വാച്ചിന് ഒരു മനോഹരമായ സ്ട്രാപ്പ്, വിലപിടിപ്പുള്ളവരാണ് വാങ്ങിക്കൊടുക്കണം, ഈ ക്രിസ്മസ് ഗിഫ്റ്റ്. അവളെ ഉള്ളം തുടിക്കുന്നു. കുറച്ച് നാണയങ്ങൾ അവിടെ കൈവശമുണ്ട്. മാർക്കറ്റിൽ ചില കടകളിൽ കയറി അവൾ ചോദിക്കുമ്പോൾ അവൾ വിഷാദത്തോടെയാണ് ആ കടകളിൽ നിന്ന് തിരിച്ചിറങ്ങുക. കാരണം അവളുടെ കയ്യിലെ നാണയങ്ങൾ തികയുന്നില്ല തന്റെ ഭർത്താവിന് സമ്മാനം വാങ്ങാൻ. അവൾ ചെയ്യുന്നത് ആലോചിച്ചപ്പോൾ പണമില്ല. അവൾ ഇങ്ങനെ നഗരത്തിൽ കൂടെ ഓരം ചേർന്ന് നടക്കുമ്പോൾ ഒരു കട കാണുന്നുണ്ട്, മുടി സ്വീകരിക്കുന്ന. അവൾക്ക് നീളമുള്ള മുടി ഉണ്ടായിരുന്നു. അവളുടെ സൗന്ദര്യം എന്ന് പറയുന്നത് അവളുടെ നീളമുള്ള മുടിയിഴകളായിരുന്നു. ക്യാൻസർ രോഗികൾക്ക് വേണ്ടിയൊക്കെ വിക്ക് വെക്കാൻ വേണ്ടിയിട്ടൊക്കെ മുടികിഴകൾ
വിലയ്ക്ക് വാങ്ങിക്കുന്ന ഒരു കട കണ്ടു. ഉള്ള അമാന്തിച്ചില്ല കടയിലേക്ക് കയറുന്നതിന് നീളമുള്ള മുടി ഇതിവിടെ എടുക്കുമോ എന്ന് ചോദിച്ചു. ആ കടയിലെ ആള് വല്ലാത്ത സന്തോഷത്തോട് പറഞ്ഞു, ഇത്ര സുന്ദരമായ മുടി അടുത്ത കാലത്ത് ഇവിടെ കണ്ടിട്ടില്ല. അവൾ തന്റെ തോളൊപ്പം മുടി മുറിച്ചു വിറ്റിട്ട് അതിൽ പ്രതിഫലമായി കിട്ടിയ നാണയങ്ങൾ കൊണ്ട് അവൾ വേഗം ആ കടയിലേക്ക് ഓടി വാച്ചിന്റെ സ്ട്രാപ്പും വാങ്ങി വീട്ടിലേക്ക് വരുന്നുണ്ട്. ഇതേ സമയം തന്നെ മാർക്കറ്റിന്റെ മറ്റൊരു ഭാഗത്ത് തന്റെ ഭാര്യയ്ക്ക് സമ്മാനം കൊടുക്കാൻ ഭർത്താവ് അലയുന്നുണ്ട്. അയാൾ ചിന്തിക്കുന്നത്, എന്റെ ഭാര്യയുടെ സൗന്ദര്യം തന്റെ മുടിയിലാണ്, അവളുടെ മുടിയിലാണ്. മാർക്കറ്റിന്റെ ഒരു ഓരത്ത് അയാൾ കണ്ടു തലയിൽ വെക്കാൻ വേണ്ടിയിട്ട് മനോഹരമായി സ്വർണം പൂശിയ ഒരു ക്ലിപ്പ്. അയാൾ വിചാരിച്ചു ഇത് അവൾക്ക് ഇഷ്ടപ്പെടും, പക്ഷെ വിലപിടിപ്പുള്ളതാണ്. അയാൾ വിചാരിച്ചു എന്ത് ചെയ്തും ഇത് വാങ്ങണം. പക്ഷെ അയാളുടെ നാണയങ്ങൾ അതിന് തികഞ്ഞില്ല. അയാൾ അവിടെ പരതി നടന്നിട്ട് അയാൾക്ക് മറ്റൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല, മറ്റൊരു വഴിയും ഉണ്ടായിരുന്നില്ല. അയാൾ തന്റെ വാച്ച് താൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വാച്ച് കൊടുത്തിട്ട് ആ പണവും കൊണ്ട് ക്ലിപ്പം വാങ്ങി വീട്ടിലേക്ക് വരുന്നുണ്ട്. സ്വർണം പൂശിയ ക്ലിപ്പുമായി, സ്വർണ്ണ ക്ലിപ്പുമായി. പരസ്പരം സമ്മാനങ്ങൾ കൊടുക്കുന്ന ആ ക്രിസ്മസ് രാത്രിയിൽ, ആ തണുത്ത ഡിസംബർ 25 രാത്രിയിൽ പരസ്പരം സമ്മാനങ്ങൾ കൊടുക്കാൻ തുടങ്ങുമ്പോഴാണ് ഭാര്യയുടെ മുടി നഷ്ടപ്പെട്ടത് ഭർത്താവ് അറിയുന്നതും ഭർത്താവിന്റെ വാച്ച് നഷ്ടപ്പെട്ടത് ഭാര്യ അറിയുന്നതും. ഓ ഹെൻറിയുടെ ക്രിസ്മസ് സമ്മാനം എന്ന് പറയുന്ന കഥയുടെ സുന്ദര നിമിഷങ്ങൾ അതാണ്. പരസ്പരം കണ്ണിൽ നോക്കി നിൽക്കുന്ന ചില നിമിഷങ്ങളുണ്ട്, കണ്ണ് നിറഞ്ഞൊഴുകുന്ന നിമിഷങ്ങളുണ്ട്. സ്നേഹം തണുത്തു പോകാത്ത വീട്. എത്ര സുന്ദരമാണ് ഓ ഹെൻറിയുടെ ക്രിസ്മസ് ഗിഫ്റ്റ്. പാറമേൽ അടിസ്ഥാനമിടുന്ന ക്രൈസ്തവ ഭവനങ്ങൾ, സക്രിയാവിന്റെ ഭവനം പോലെ. സ്നേഹം തണുത്തു പോകാത്ത വീട്. പാറമേൽ അടിസ്ഥാനമിടുന്ന ക്രൈസ്തവ ഭവനങ്ങൾ, എൽക്കാനായുടെ ഭവനം പോലെ. ദാമ്പത്യത്തിന്റെ പ്രണയമന്ത്രങ്ങൾ ഉരുവിടുന്ന വീട്. പഴകും തോറും കനാവിലെ കല്യാണ പന്തി പോലെ നല്ല വീഞ്ഞ് അവസാനത്തോളം സൂക്ഷിച്ചു വെക്കുക. തിബിരിയാസിന്റെ 100-ാം പന്തി പോലെ അവസാനവും തൃപ്തിയുടെ വാക്കുകൾ ഉച്ചരിക്കേണ്ടി വരിക. എത്ര സുന്ദരമാണ് സഹോദരങ്ങളെ. പക്ഷെ നമ്മുടെ വീടുകൾ ആദാമിന്റെ വീട് പോലെ സ്നേഹം തണുത്തു പോകുന്നു, ഭാര്യയെ തള്ളിപ്പറയുന്ന. നമ്മുടെ വീടുകൾ ഇസഹാക്കിന്റെ വീട് പോലെ സ്നേഹം തണുത്തുപോയ, പഴകും തോറും വീര്യം കുറയുന്ന പച്ചവെള്ളം കണക്ക് സമമാകുന്ന വീടുകൾ. എന്റെ വാക്ക് കേട്ട് പണിയുന്നവനൊക്കെയും പാറമേൽ അടിസ്ഥാനമിട്ട വീട് പോലെ. ഒന്ന്, സ്നേഹം തണുത്തു പോകാത്ത വീടാണ്. രണ്ടാമത്തേത് എന്റെ വചനങ്ങൾ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ അടിസ്ഥാനമിട്ട വീട് പോലെയാണെങ്കിൽ. രണ്ടാമത്തെ വീട് ജാലകങ്ങൾ ഉയരത്തിലേക്ക് തുറന്ന വീട്. പാറമേൽ അടിസ്ഥാനമിടുന്ന വീടിന്റെ രണ്ടാമത്തെ പ്രത്യേകത ജാലകങ്ങൾ ഉയരത്തിലേക്ക് തുറക്കുന്ന വീട് എന്നുള്ളതാണ്. പഴയ നിയമത്തിൽ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ അനുഗ്രഹിക്കപ്പെട്ടൊരു ഭാഗമുണ്ട്. ദാനിയേൽ എന്ന സുന്ദര പുരുഷനെതിരെ ബാബേൽ രാജാവ് കൽപ്പന എഴുതി ദാനിയേലിനെ കൊന്നുകളയാൻ. താൻ പാർത്തിരുന്ന വീടിന്റെ ഉള്ളിൽ ചെന്നിട്ട് അതിന്റെ ജാലകങ്ങൾ ജെറുസലേമിന് നേരെ തുറന്ന് താൻ മുമ്പേ ചെയ്തു വന്നിരുന്നത് പോലെ 3 പ്രാവശ്യം മുട്ടിന്മേൽ നിന്ന് സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. സഹോദരങ്ങളെ, ഓർക്കണം, ജീവിതത്തിന്റെ പ്രതിസന്ധികളും കണ്ണീരും മരണഭയവും ഘനീഭവിച്ച വീടാണ് ദാനിയേലിന്റെ മാളിക വീട്. എന്നാൽ ആ മാളിക വീട്ടിന്റെ ഉള്ളിൽ ദാനിയേൽ എന്ന് പറയുന്ന യൗവനക്കാരൻ തന്റെ വീടിന്റെ ജാലകങ്ങളെ ജെറുസലേമിന് നേരെ തുറക്കുന്നു. ഓർക്കണം, ഇന്ന് ജാലകം എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് വിൻഡോസ് ആണ്. മൊബൈല്, ലാപ്ടോപ്പ് ഒക്കെ ഉപയോഗിക്കുന്ന പ്രിയപ്പെട്ടവർക്കറിയാം, നമ്മൾ ഒരുപാട് വിൻഡോസ് ഒരേ സമയം തുറന്നിട്ടാൽ നമുക്കറിയാം ഹാങ് ആവുക എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. പിന്നെ അത് ചലിക്കില്ല. നമ്മുടെ വീടുകൾ ഇങ്ങനെ മരവിച്ചു പോയത്, നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ ഇത്ര മരവിപ്പ് ബാധിച്ചത് ഒരുപാട് ജാലകങ്ങൾ പലയിടങ്ങളിലേക്ക് തുറക്കുന്നു എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ദാനിയേലിന്റെ മാളികമുറി വിളിച്ചു ചോദിക്കുന്നുണ്ട്, നിന്റെ ജീവിതത്തിന്റെ ജാലകങ്ങൾ സ്വർഗീയ ജെറുസലേമിന് നേരെ തുറക്കുമോ? പ്രിയപ്പെട്ടവരെ, ഓർക്കണം, ഇന്നത്തെ ബന്ധങ്ങൾ, ഇന്നത്തെ ക്രൈസ്തവ ഭവനങ്ങൾ, പണ്ടൊക്കെ നമുക്കറിയാമായിരുന്നു ഒരാളുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നത് 80% ബന്ധങ്ങളും ബാക്കി ഒരു 20% മീഡിയയുമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ 8-10 പേര്, 2 പല്ല് പോയ ഒരു അപ്പച്ചൻ ആ വരാന്തയിൽ, 2 പല്ല് മാത്രമുള്ള ഒരു അമ്മച്ചി ഈ വരാന്തയിൽ, പല ഐറ്റം ഉണ്ടായിരുന്നു. ഒരുപാട് പേർ, പല വാതിലുകൾ വീടുകൾക്ക്, ബന്ധങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നു. അപ്പൊ വീടുകളെ രൂപപ്പെടുത്തിയത് ബന്ധങ്ങളായിരുന്നു, മീഡിയ എന്ന് പറയുന്നതില്ലായിരുന്നു. പഴയ വാൽവ് റേഡിയോയും ആകാശവാണിയും പിന്നീട് വന്ന ദൂരദർശനും അതൊക്കെ ഓർക്കണം. അതിന്റെ ആന്റിന തിരിച്ച
കഥയൊന്നും മറന്നു പോകരുത്, സ്റ്റേഷൻ ക്ലിയർ ആകാൻ വേണ്ടിയിട്ട്. ഒരാളെ രൂപപ്പെടുത്തിയത് ഈ 80% ബന്ധങ്ങളായിരുന്നു. ബന്ധങ്ങളിലൂടെ ഇടപെട്ട് ജീവിക്കാൻ പഠിച്ചിരുന്നു. 20% മാത്രമായിരുന്നു മീഡിയ. എന്നാൽ ഇന്ന് 80% മീഡിയയും 20% ബന്ധങ്ങളുമാണ്. നമ്മുടെ 2 പോക്കറ്റിലും മൊബൈലുണ്ട്. നമ്മുടെ കുട്ടികളുടെ കയ്യിൽ 2-ലധികമുണ്ട്. വീടിന്റെ പ്രൈം ടൈമൊക്കെ മീഡിയ അപഹരിക്കുന്നുണ്ട്. ബന്ധങ്ങൾ ഇന്ന് അധികമില്ല, 1-2 കുട്ടികൾ മാത്രം. ലോഡ്ജിനേക്കാൾ തണുത്തുപോയ വീടുകളാണെന്ന് ക്രൈസ്തവ ഭവനങ്ങൾ. ജീവിതത്തിന്റെ സൗകര്യം കൂട്ടാൻ വേണ്ടി മക്കളുടെ എണ്ണം ഏറ്റവും കുറച്ചത് ക്രൈസ്തവ സമൂഹമാണ്. പക്ഷെ ഇന്ന് ഏറ്റവും കൂടുതൽ പ്രതിസന്ധികൾ അനുഭവിക്കുന്നത് ക്രൈസ്തവ സമൂഹമാണ്. ബന്ധങ്ങളെ വല്ലാതെ വില കുറച്ച് കണ്ടത് നമ്മൾ തന്നെയാണ്. ബന്ധങ്ങൾക്ക് ഇത്രയേറെ മൂല്യം നഷ്ടപ്പെടുത്തിയത് നമ്മൾ തന്നെയാണ്. നമ്മൾ ഇന്ന് കുട്ടികൾക്ക് IQ ഉണ്ടോയെന്ന് അന്വേഷിക്കാറുണ്ട്, EQ ഉണ്ടോ എന്ന് അന്വേഷിക്കാറുണ്ട്. പക്ഷേ ഞാൻ പറയും, ഇനി വേണ്ടത് RQ ഉണ്ടോ എന്ന് അന്വേഷിക്കണം. റിലേഷണൽ ക്വസ്റ്റ്യൻസ്. ബന്ധങ്ങളെ നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു? ഒരുപാട് വിൻഡോസ് 4 വഴിക്കും തുറന്നിട്ട് ജീവിതം ഹാങ് ആവുന്ന, അവസാനം ഒരു ഫാനിൽ ഹാങ് ആവുന്ന കഥകളാണ് നാം വായിക്കുക. ഒരു വീടിന് നേരെയുള്ള പ്രധാന ചോദ്യം ഇതാണ്: നീ ബന്ധങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു? നമ്മുടെ മക്കൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു? മുട്ടിന്മേൽ എന്നൊരു ചെറുപ്പക്കാരൻ, ദാനിയേൽ എന്ന് പറയുന്ന സുന്ദര പുരുഷൻ, സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, ഞാൻ കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും സങ്കടം ബോധിപ്പിച്ച കരയും. ഒരു പതിവ് പോലെ, താൻ മുൻപേ ചെയ്തു വന്നിരുന്നൊരു പോലെ മുട്ടിന്മേൽ നിന്നുമാണ്. യേശു തമ്പുരാനെ കുറിച്ച് സുവിശേഷം വായിക്കുന്നുണ്ട്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 14-ാം വാക്യത്തിൽ, അവൻ സമയമായപ്പോൾ അപ്പോസ്തലന്മാരുമായി ഭക്ഷണത്തിനിടുന്നു. കൃത്യമായി ആരാധനയുടെ താളം ദാനിയേലിനുണ്ടായിരുന്നു. യേശു ക്രിസ്തുവിനെ കുറിച്ച് വായിച്ചു, സമയമായപ്പോൾ ആരാധനയുടെ താളം. കർത്താവിനെ കുറിച്ച് വായിക്കുന്നവൻ പതിവ് പോലെ ദേവാലയത്തിൽ ചെന്നു. ഈ പതിവുകൾ, ആരാധനയുടെ പതിവുകൾ, സ്വർഗത്തിന് നേരെ പ്രാർത്ഥനയുടെ ജാലകങ്ങൾ തുറക്കുന്ന പതിവുകൾ, ദാനിയേലിന് നേരെ ലോകം മുഴുവനെതിരായി വന്നപ്പോൾ തൻ മുട്ടിന്മേൽ നിന്നതിനാൽ, തന്റെ പ്രാർത്ഥനയുടെ ജാലകങ്ങൾ സ്വർഗത്തിലേക്ക് തുറന്നതിനാൽ ആ ദാനിയേലിന്റെ പ്രതിസന്ധികൾ മുഴുവൻ മാറിപ്പോയി. ജാലകങ്ങൾ ഉയരത്തിലേക്ക് തുറക്കുന്ന വീട്, പാറമേൽ അടിസ്ഥാനമിടുന്ന വീടിന്റെ 2ാമത്തെ പ്രത്യേകത. നമ്മുടെ കുഞ്ഞുങ്ങളെ മീവൽ പക്ഷിയെ പോലെ വളർത്തുമോ? വേദപുസ്തകത്തിൽ മീവൽ പക്ഷിയുടെ പ്രത്യേകത എന്താ? യെരുസലേമിന്റെ ദേവാലയത്തിന്റെ ഇടിഞ്ഞു പൊളിഞ്ഞു കിടന്ന ബലിപീഠങ്ങളിൽ മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വളർത്തുകയാണ്. ബലിപീഠത്തോട് ബന്ധിപ്പിച്ച് കുഞ്ഞുങ്ങളെ വളർത്തുകയാണ്. യാഗപീഠത്തോട് ചേർന്ന് വളരുന്ന മക്കൾ മീവൽ പക്ഷിയെ പോലെ. യാഗപീഠത്തോട് ചേർന്ന് മക്കളെ വളർത്തുന്ന അമ്മമാർ മീവൽ പക്ഷിയെ പോലെ. സഹോദരങ്ങളെ, പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ മോശയുടെ കരങ്ങൾ ഉയരുന്നൊരു കഥയുണ്ട്. അമേലേക്കരുമായിട്ടുള്ള യുദ്ധം ജയിക്കാൻ മോശയുടെ കരം ഉയരുമ്പോൾ താഴെ ദൈവജനം വിജയിക്കുകയാണ്. മോശയുടെ കരം എപ്പോൾ താണോ താഴെ ദൈവജനം തോൽക്കുകയാണ്. നമ്മുടെ ഭവനങ്ങൾ ആ പർവ്വതം പോലെയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ ദൂരെയായിരിക്കാം. നമ്മുടെ തലമുറ പലയിടങ്ങളിൽ പ്രതിസന്ധികൾ അനുഭവിക്കുന്നുണ്ടാകാം. മക്കൾ ഒരുപക്ഷെ പ്രതിസന്ധികളുടെ നൂൽപാലത്തിലൂടെ കടന്നു പോകുന്നുണ്ടാകാം. ജീവിത പങ്കാളി കടഭാരത്തിൽ കൂടെ കടന്നു പോകുന്നുണ്ടാകാം. ബന്ധങ്ങൾ വല്ലാതെ പോകുന്നുണ്ടാകാം. എന്നാൽ നാം ആയിരിക്കുന്ന പർവ്വതത്തിൽ, നമ്മുടെ പ്രാർത്ഥനാപായിൽ കരങ്ങളെ ദൈവസന്നിധിയിലേക്ക് മറടത്തുമ്പോൾ, ദൈവജനം ഇസ്രായേൽ മക്കൾ ജയിച്ചതുപോലെ തലമുറ ജയിക്കുന്ന, ജാലകങ്ങൾ സ്വർഗത്തിലേക്ക് തുറക്കുന്ന സങ്കീർത്തനക്കാരനെ പോലെ പറയാം, ഞാൻ കാലത്ത് ഉച്ചയ്ക്കും വൈകിട്ടും സങ്കടം ബോധിപ്പിച്ച് കരയും. പാറമേലടിസ്ഥാനം ഇടുന്ന വീടിന് 1ാമത്തെ പ്രത്യേകത, സ്നേഹം തണുത്തു പോകാത്ത വീട്. പാറമേലടിസ്ഥാനം ഇടുന്ന വീടിന് 2ാമത്തെ പ്രത്യേകത, ജാലകങ്ങൾ സ്വർഗത്തേക്ക് തുറക്കുന്നു. അതോടെ പ്രഷർ മുഴുവൻ പോവുകയാണ്. നമ്മുടെ വീടെന്ന് പറയുക, നമ്മുടെ ജീവിതം എന്ന് പറയുക പ്രഷർ കുക്കർ പോലെയാണ്. അതിന് വാൽവില്ലെങ്കിലുള്ള പ്രത്യേകത എന്താ? അത് പൊട്ടിത്തെറിക്കും. എന്നാൽ അതിന്റെ വാൽവ് തുറക്കുമ്പോൾ ക്രമമായ ഇടവേളകളിൽ അതിന്റെ മർദ്ദം പുറത്തേക്ക് വ്യാപിക്കുന്നുണ്ട് ഒരു വിസിലിലൂടെ. വീടുകളുടെ വാൽവാണ് സ്വർഗത്തിലേക്കുള്ള ജാലകങ്ങൾ, പ്രാർത്ഥനയുടെ പായകൾ. ജീവിതങ്ങളുടെ വാൽവാണ് പ്രഷർ കുക്കറിന്റെ വാൽവ് പോലെ സമ്മർദ്ദങ്ങളെ കളയുന്ന, ഇന്ന് തുരുത്തുകളിൽ ജീവിക്കുന്ന. എവരി ഹോം ഈസ് ആൻ ഐലൻഡ് എന്ന് പറയാറുണ്ട്. ഓരോ വീടും ഒരു തുരുത്തായി മാറിക്കൊണ്ടിരിക്കുന്നു. ഓരോ ജീവിതവും ഒരു തുരുത്തായി മാറിക്കൊണ്ടിരിക്കുന്നു. 3ാമത്തെ ചിന്ത കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. 3ാമത്തെ ചിന്ത ഇങ്ങനെയാണ്: എൻ്റെ വചനം കേട്ട് ജീവിക്കുന്നവനൊക്കെ. പാറമേൽ വീട് പണിയുന്നവൻ, ക്രിസ്തു എന്ന പാറമേൽ കുടുംബ സംവിധാനങ്ങൾ കെട്ടിപ്പൊക്കുമ്പോൾ അതിൻ്റെ 3ാമത്തെ പ്രത്യേകത, മുറിവുകളിൽ മധുരം കണ്ടെത്തുന്ന വീട്. പാറമേൽ അടിസ്ഥാനമിടുന്ന വീടിന്റെ 3ാമത്തെ പ്രത്യേകത, മുറിവുകളിൽ മധുരം കണ്ടെത്തുന്ന വീട്. ആദ്യ തലക്കെട്ടിൽ ഞാൻ എൽക്കാനയുടെ വീടിനെ കുറിച്ച് പറഞ്ഞില്ലേ? 2ാം ഭാഗത്തിൽ ദാനിയേലിന്റെ മാളികമുറിയെ കുറിച്ച് പറഞ്ഞില്ലേ? ഇവിടെ സാക്ഷാൽ നസറേത്തിലെ ഭവനമുണ്ട്.
മരയാശാരിയുടെ ഓണങ്കേറാമൂലയിലുള്ള കൊച്ചു വീട്, കുമ്മായക്കല്ലുകൾ പാകിയ ആ ഇരുണ്ട വീട്. അവരൊരു സർവകലാശാലയിലും പഠിച്ചിട്ടില്ല. അവരുടെ അക്കൗണ്ട് ബുക്കിൽ ഒന്നും ബാക്കിയില്ല. അവരുടെ വീട്ടിൽ സമ്പത്തിന്റെ നീർക്കുമിളകളില്ല. ദരിദ്രനാരായണനായ ഒരു ഭർത്താവും ഭാര്യയും, ഒരു മരയാശാരിയുടെ വീട്, സാക്ഷാൽ ജോസഫും മറിയയും. പക്ഷെ ആ വീട്ടിൽ ഒരു അമ്മ പറയുന്നുണ്ട്, സങ്കടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ജീവിതത്തിന്റെ വർത്തമാനകാല സങ്കടങ്ങളിൽ നാളെ അനുഭവിക്കുന്ന മധുരത്തെ രുചിക്കുന്നു. മുറിവുകളുടെ മധ്യേ മധുരം കണ്ടെത്തിയ വീടിന്റെ പുറത്ത്, അതിന്റെ മുൻവശത്ത് ആ വീട്ടുപേര് എഴുതി വെച്ചിട്ടുണ്ട്, ഹോളി ഫാമിലി, തിരുക്കുടുംബം. മുറിവുകളിൽ മധുരം കണ്ടെത്തുമോ? ഒരുമിച്ച് നിൽക്കുമോ? ആ ജോസഫ് മറിയം ഒരുമിച്ച് കരം പിടിക്കുന്ന രംഗങ്ങളുണ്ട്. ഇയ്യോബ് വലിയ ഭക്തനായ മനുഷ്യനായിരുന്നു. നീതിമാനും നിഷ്കളങ്കനും നേരുള്ളവനും ദോഷമിട്ടകുന്നവനും. വിശേഷണങ്ങൾ അവസാനിക്കുന്നില്ല ഇയ്യോബിന്. പക്ഷെ ഇയ്യോബിന്റെ ജീവിതത്തിലെ വേദനകളിലും സങ്കടങ്ങളിലും നാം കാണുന്ന ഒരു കാര്യമുണ്ട്. ആ ഭാര്യ ആ മുറിവുകളിൽ കയ്പ് പുരട്ടുന്നുണ്ട്. യഹോവ ദൈവത്തെ തള്ളിപ്പറഞ്ഞിട്ട് മരിക്കരുതോ മനുഷ്യ എന്ന് ചോദിക്കുന്നുണ്ട്. ഇയ്യോബിന്റെ വീട്ടിൽ മുറിവുകളിൽ ഭാര്യ ഭർത്താക്കന്മാർ രണ്ട് തട്ടിലായി പോയി എന്നുള്ളതാണ്. അവർ പലയിടങ്ങളിലേക്ക് അവരുടെ ബന്ധം മുറിഞ്ഞുപോയി എന്നുള്ളതാണ്. ഒരാൾ മാത്രം ഭക്തനായിട്ട് കാര്യമില്ല. കുടുംബ ബന്ധങ്ങളിൽ മുറിവുകൾ ഉണ്ടാകുമ്പോൾ ഒരുമിച്ച് നിൽക്കുമോ? സഹോദരങ്ങളെ, പ്രാർത്ഥനയിലൂടെ മനസ്സിന്റെ ഭാരം കുറയ്ക്കുക, സംസാരത്തിലൂടെ മനസ്സിന്റെ ഭാരം കുറയ്ക്കുക, ചിന്തകളിലൂടെ മനസ്സിന്റെ ഭാരം കുറയ്ക്കുക എന്നൊക്കെ പറയും. നമുക്ക് പ്രയാസമായിരിക്കാം. പക്ഷേ ഒരു വീടിന്റെ AC അതവിടുത്തെ പ്രാർത്ഥനാപ്പായാണ്. സഹോദരങ്ങളെ, നസറേത്തിലെ വീട്ടിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവം ഇതാണ്. മുറിവുകളിൽ മധുരം കണ്ടെത്തി എന്നുള്ളതാണ്. വലിയ മനുഷ്യർക്കൊന്നും അത് പറ്റുന്നില്ല. ഒരാൾ ചിരിക്കുമ്പോൾ 14 മാംസപേശികൾ മുഖത്ത് സ്ട്രെയിൻ ചെയ്യണമെന്ന്. എന്നാൽ ഒരാൾ ക്ഷോഭിക്കുമ്പോൾ 64 മാംസപേശികൾ മസിൽസ് വർക്ക് ചെയ്യണമെന്നാണ്. നമുക്ക് ക്ഷീണം കൂടുന്നതിന്റെ കാരണം, ഭാരം കൂടുന്നതിന്റെ കാരണം ഈ 14നേക്കാൾ 64 കൂടുതൽ വർക്ക് ചെയ്യുക. ക്ഷോഭിക്കുമ്പോൾ, ദേഷ്യപ്പെടുമ്പോൾ, പൊട്ടിത്തെറിക്കുമ്പോൾ. അതുകൊണ്ട് സൈക്കോസൊമാറ്റിക് ഡിസീസസ് കൂടി വരിക, ആദിവ്യാധികൾ കൂടി വരിക. പണമുണ്ടെങ്കിൽ മെത്ത വാങ്ങാം, ഉറക്കം വാങ്ങാൻ കഴിയുമോ? പണമുണ്ടെങ്കിൽ മരുന്ന് വാങ്ങാം, ആരോഗ്യം വാങ്ങാൻ കഴിയുമോ? പണമുണ്ടെങ്കിൽ വാഹനം വാങ്ങാം, സുരക്ഷിതത്വം വാങ്ങാൻ കഴിയുമോ? ഇതൊരു ചോദ്യമാണ്. ലോകത്തെ വലിയ മനുഷ്യരൊക്കെ വലിയ സമ്പത്തിൽ ജീവിച്ചിട്ടുണ്ട്, വലിയ പ്രതാപത്തിൽ ജീവിച്ചിട്ടുണ്ട്. പക്ഷെ വീട്ടിൽ മധുരമില്ലാതെ പോയി. വിശ്വവിഖ്യാതനായ സാഹിത്യകാരൻ ലിയോ ടോൾസ്റ്റോയെ കുറിച്ച്, അദ്ദേഹത്തിന്റെ അന്ത്യത്തെക്കുറിച്ച് കേട്ടിട്ടില്ലേ? റഷ്യൻ എഴുത്തുകാരൻ, രാജാവിനെ പോലെ ജീവിച്ചയാൾ, രാജാവിനെ പോലെ ഈ ലോകത്തുനിന്ന് വിടവാങ്ങേണ്ടിയിരുന്നയാളും കൂടെയാണ്. പ്രായമായ കാലത്ത് ഭാര്യയോടുള്ള തർക്കം മൂത്തപ്പോൾ ശൈത്യം മൂടി നിന്ന കടുത്ത തണുപ്പത്തൊരു രാത്രിയിൽ വീട് വിട്ടിറങ്ങി. 80 മൈൽ അകലെയുള്ള അപ്പോസ്തോ റെയിൽവേ സ്റ്റേഷനിൽ പിറ്റേന്ന് രാവിലെ പാതിരാത്രിയിൽ 82 വയസ്സുള്ള ഈ മനുഷ്യൻ തണുത്തു മരവിച്ചും മരിച്ചു കിടന്നു. പിറ്റേന്ന് രാവിലെ റെയിൽവേ ജോലിക്കാർ റെയിൽവേ പാളത്തിൽ അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമിൽ വിശ്വസാഹിത്യകാരന്റെ തണുത്തുറഞ്ഞ ശരീരം കണ്ടു. വലിയ മനുഷ്യർക്കൊക്കെ വീട് സങ്കടപ്പെട്ട അനുഭവങ്ങളുണ്ട്, പെടുത്തിയ അനുഭവങ്ങളുണ്ട്. അതുപോലെ തന്നെയാണ് സോക്രട്ടീസിന്റെ ജീവിതവും അങ്ങനെ തന്നെയാണ്. ദാമ്പത്യ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ. പ്രിയപ്പെട്ടവരെ, ഒരു വീടിനെ വീടാക്കുന്നത് 3 D ആണെന്ന് പറയും. 3 ടേബിൾ. ഒന്ന് ഡൈനിങ് ടേബിൾ, ഒരുമിച്ച് സന്തോഷത്തിന്റെ ഭക്ഷണം. ജീവനില്ലാത്ത ഉപകരണങ്ങളോട് കൂടുകൂട്ടിയിരുന്ന് ഭക്ഷണം കഴിക്കുന്ന പുതിയ തലമുറ. 2 ഡിസ്കഷൻ ടേബിൾ, തുറന്നു വർത്തമാനം പറയുന്ന ക്രമം. ടേബിൾ എന്ന് പറഞ്ഞ മേശ എന്ന് മാത്രമല്ല, ക്രമം എന്ന് കൂടെ അർത്ഥമുണ്ട്. ടൈം ടേബിൾ എന്നൊക്കെ കേട്ടിട്ടില്ലേ? 3 ഡിവൈൻ ടേബിൾ, ഒരുമിച്ച് ആത്മീയതയുടെ ക്രമം സൂക്ഷിക്കുന്ന വീട്. ഡൈനിങ് ടേബിൾ, ഡിസ്കഷൻ ടേബിൾ ആൻഡ് ഡിവൈൻ ടേബിൾ. പ്രിയപ്പെട്ടവരെ, മക്കളെ കുറിച്ച് പറയാറുണ്ട്, ഗിവ് ദം വാട്ട് ദേ നീഡ്, നോട്ട് വാട്ട് ദേ ലൈക്ക്. അവർക്ക് ആവശ്യമുള്ളത് കൊടുക്കുക, അവർ ആഗ്രഹിക്കുന്നത് കൊടുക്കാതിരിക്കുക. എന്ത് നൽകി എന്നല്ല വീടിനോട് ചോദിക്കുക ന്യായവിധിയിൽ, എങ്ങനെ നൽകി എന്നുള്ളതാണ്. എന്ത് നൽകി എന്നുള്ളതല്ല, എങ്ങനെ നൽകി എന്നുള്ളതാണ്. ഏലി പുരോഹിതന്റെ വീട് അനുഗ്രഹിക്കപ്പെട്ട ഒരു വീടായിരുന്നു. പക്ഷേ പ്രതിസന്ധി എന്താ? മക്കൾ പിഴച്ചുപോയി. വീട്ടിലെത്താത്ത ആരാധന. വളരെ സോഷ്യലി പോളിഷ്ഡ് ആയിട്ട് ജീവിച്ചൊരു വീടാണ്. ജീവിതത്തിന്റെ മുറിവുകളിലൊക്കെ മധുരം കണ്ടെത്താനാകാതെ കയ്പിന്റെ ചഷകം അടിമട്ടോളം വാങ്ങിക്കുടിച്ച് നാം ഇങ്ങനെ ജീവിതം അവസാനിപ്പിക്കും. സഹോദരങ്ങളെ, 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. 1, സ്നേഹം തണുത്തു പോകാത്ത വീട്. പാറമേൽ അടിസ്ഥാനമിടുന്ന ക്രൈസ്തവ ജീവിതങ്ങളുടെ 1ാമത്തെ പ്രത്യേകത, പാറമേൽ അടിസ്ഥാനമിടുന്ന വീട്. 2, പാറമേൽ അടിസ്ഥാനമിടുന്ന വീടിന്റെ 2ാമത്തെ പ്രത്യേകത, ദാനിയേലിന്റെ മാളിക വീട് പോലെ ജാലകങ്ങൾ ഉയരങ്ങളിലേക്ക് തുറക്കുന്ന വീട്. 3,
പാറമേൽ അടിസ്ഥാനം ഇടുന്ന വീടിന്റെ മൂന്നാമത്തെ പ്രത്യേകത മുറിവുകളിൽ, ജീവിതത്തിന്റെ വർത്തമാനകാല സങ്കടങ്ങളിൽ ഒരു മധുരം കണ്ടെത്തുമോ എന്നുള്ളതാണ്. നസറേത്തിലെ വീട് പരിശുദ്ധ അമ്മയും ജോസഫ് പിതാവും വിളിച്ചു ചോദിക്കുന്നു, ഞങ്ങളുടെ മുറിവുകളിൽ ഞങ്ങൾ മധുരം കണ്ടെത്തി. ഓർക്കണം പ്രിയപ്പെട്ടവരെ, ആ പാറമേലൊന്ന് കയറ്റി നിർത്തണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. 27-ാം സങ്കീർത്തനം 5-ാം വാക്യം, 5ഉം 6ഉം വാക്യങ്ങൾ ഇങ്ങനെയാണ്: അനർത്ഥ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തും. ദൈവമേ, തകർന്നുപോയ ഞങ്ങളുടെ മണലിന്മേലുള്ള വീടുകളെ അനർത്ഥ ദിവസത്തിൽ നിന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കണമേ. യഹോവ എന്ന പാറമേൽ എന്നെ കയറ്റി നിർത്തണമേ. അവൻ തന്റെ കൂടാരത്തിൽ നമ്മെ ഒളിപ്പിക്കട്ടെ. ക്ലേശകാലത്ത് കൂടാരവിരിപ്പാൽ എൻ്റെ പ്രിയൻ എന്നെ നടത്തും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതം പാറമേൽ എന്നെ അവൻ കയറ്റി നിർത്തും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതം പാറമേൽ എന്നെ അവൻ കയറ്റി നിർത്തും. സഹോദരങ്ങളെ, ആ പാറമേൽ ദൈവം നമ്മെ കയറ്റി നിർത്തട്ടെ. പാറമേൽ അടിസ്ഥാനമിടുന്ന വീടുകളായി നമ്മുടെ ഭവനങ്ങൾ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പാറമേൽ അടിസ്ഥാനമിട്ട വീട് പോലെ നമ്മുടെ ജീവിതങ്ങൾ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്നേഹത്തിന്റെ വന്ദനം.